ഹായ്, ഇന്ന് റിപ്പയർ ചെയ്യുന്നത് അഹൂജ SSA 250 വാട്ട്സിൻ്റെ ഒരു ആംപ്ലിഫയറാണ്. നമ്മളെ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ DC സൈഡ് ഫുള്ള് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. നമ്മുടെ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ട് പോസിറ്റീവ് നെഗറ്റീവും കൂടെ കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ ഷോർട്ടായിട്ടാണ് നമ്മുടെ മൾട്ടിമീറ്റർ റീഡിങ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ DC സൈഡ് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. ഞാൻ ട്രാൻസിസ്റ്ററൊക്കെ ചെക്ക് ചെയ്തായിരുന്നു, പക്ഷേ ട്രാൻസിസ്റ്റർ ഒന്നും ഷോർട്ടായിട്ട് കാണിച്ചില്ല. അപ്പം ഞാൻ ഡയറക്റ്റ് നമ്മുടെ ഡ്രൈവർ ബോർഡിലേക്ക് തന്നെ ചെക്ക് ചെയ്തു. ഡ്രൈവർ ബോർഡിൽ ചെക്ക് ചെയ്തപ്പോൾ ഔട്ട്പുട്ട് നമ്മുടെ ഡ്രൈവർ ട്രാൻസിസ്റ്ററുകളൊന്നും ഷോർട്ടല്ലായിരുന്നു. ഈ കാണിക്കുന്ന ഈ ഡയോഡ് മാത്രം ഒരു ഷോർട്ടായി കിടന്നതായിരുന്നു. അപ്പോൾ ആ ഡയോഡ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് പുതിയത് അവിടെ റീപ്ലേസ് ചെയ്യണം. അതേപോലെ ഈ ഡ്രൈവർ ട്രാൻസിസ്റ്ററുകളെല്ലാം ചെക്ക് ചെയ്തായിരുന്നു, അതൊന്നും ഓപ്പൺ ആയിട്ടോ ഒന്നും ഇരിക്കുമല്ലായിരുന്നു, അതെല്ലാം ഓക്കെ ആയിരുന്നു. ഇവിടെ നമുക്കൊരു ഡയോഡ് മാത്രം 1N4007 ഡയോഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡയോഡാണ്, അത് ഷോർട്ടായിരുന്നു. അത് ഞാൻ റിമൂവ് ചെയ്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ സൗണ്ട് വലിയ ക്ലാരിറ്റി ആയിട്ട് തോന്നിയില്ല, പൊട്ടലും ചീറ്റലുമൊക്കെ. അപ്പം വീണ്ടും ഞാൻ ട്രാൻസിസ്റ്ററുകളെല്ലാം ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ നമുക്ക് ലീക്കായിട്ട് കിട്ടി. ഒരു ട്രാൻസിസ്റ്റർ ഷോർട്ടല്ല, പക്ഷേ അത് ലീക്കായിരുന്നു. അപ്പോൾ ആ ട്രാൻസിസ്റ്റർ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. 2N3773 നമ്പർ നമ്മുടെ മെറ്റൽ ടൈപ്പ് ട്രാൻസിസ്റ്ററാണ്. ആ ട്രാൻസിസ്റ്റർ നമ്മൾ ആംപ്ലിഫയറിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് തുരുമ്പൊക്കെ പിടിച്ചൊരു വല്ലാത്ത അവസ്ഥയിൽ ഇരുന്നതാണ്. ഇത് ഇൻറ്റേർണലി ഹാഫ് ഷോർട്ടായിട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അവസ്ഥ. ഞാൻ അതിന് പകരമായിട്ട് പുതിയ 2N3773 പുതിയതൊരെണ്ണം റീപ്ലേസ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഡാമേജ് ആയ കമ്പോണൻസുകൾ ചെക്ക് ചെയ്യാണ്. ആദ്യം ഡയോഡ് ഫോർവേഡിലും റിവേഴ്സിലും ഷോർട്ടായിട്ടാണ് കാണിച്ചത്. അടുത്ത് നമ്മൾ ട്രാൻസിസ്റ്റർ എടുക്കുകയാണ്. ഇതൊരു NPN ട്രാൻസിസ്റ്ററാണ്. അപ്പം നമുക്ക് ബേസിൽ പോസിറ്റീവും എമിറ്റർ നെഗറ്റീവും കൊടുക്കുകയാണ്. അപ്പം ഫോർവേഡിൽ റീഡിങ് കാണിക്കുന്നുണ്ട്. അതേപോലെ കളക്ടറിൽ നെഗറ്റീവ് പ്രോ കൊടുക്കുമ്പോഴും ഫോർവേഡിൽ റീഡിങ് കാണിക്കുന്നുണ്ട്. ഇനി നെഗറ്റീവ് ബേസിൽ കൊടുത്ത് എമിറ്ററിൽ പോസിറ്റീവ് കൊടുത്തപ്പോൾ റീഡിങ് കാണിക്കുന്നു. അതേപോലെ കളക്ടറിലും റീഡിങ് കാണിക്കുന്നു. അതായത് ഈ നമ്മുടെ ട്രാൻസിസ്റ്റർ ഹാഫ് ഇൻറ്റേർണലി ഷോർട്ടാണ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരമായിട്ട് ഞാൻ പുതിയ ട്രാൻസിസ്റ്റർ എടുത്തതും ചെക്ക് ചെയ്ത് കാണിക്കാം. ആദ്യം പോസിറ്റീവ് പ്രോബ് ബേസിലും നെഗറ്റീവ് പ്രോബ് എമിറ്ററിലും കൊടുത്ത് ഫോർവേഡിൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരു 500 ഓം റീഡിങ്സ് കാണിച്ചു. അതേപോലെ കളക്ടറിലോട്ട് കൊടുത്തപ്പോൾ ഒരു 400 ഓംസ് റീഡിങ്സ് കാണിച്ചു. നെഗറ്റീവ് പ്രോബ് നമ്മൾ ബേസിൽ കൊടുത്തു, എമിറ്ററിൽ പോസിറ്റീവ് കൊടുത്തു, റീഡിംഗ് ഒന്നുമില്ല. കളക്ടറിലും കൊടുത്തു, റീഡിംഗ് ഒന്നും കാണിച്ചില്ല. അപ്പം നമ്മുടെ ട്രാൻസിസ്റ്റർ ഓക്കെയാണ്, ഗുഡായിട്ടുള്ള ട്രാൻസിസ്റ്ററാണ് ഇത്. ഇനി നമുക്ക് ട്രാൻസിസ്റ്റർ അതിൻ്റെ മൈക്ക ഷീറ്റ് ഫിക്സ് ചെയ്ത് നമുക്ക് ആംപ്ലിഫയർ സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് അപ്ലൈ ചെയ്തിട്ട് വേണം ഉറപ്പായിട്ടും ട്രാൻസിസ്റ്റർ നമ്മൾ ഉറപ്പിക്കാൻ. അതായത് മൈക്ക ഷീറ്റിൻ്റെ 2 സൈഡിലും നമ്മൾ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് അപ്ലൈ ചെയ്യണം. നല്ലതുപോലെ ഹീറ്റാവുന്ന ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഹീറ്റ് നല്ലതുപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ മൈക്ക ഷീറ്റ് 2 സൈഡും മൈക്ക ഷീറ്റ് ഇതിനിടയിൽ പിടിപ്പിക്കും. അതായത് നമ്മുടെ ബോഡി ഫുള്ള് ഗ്രൗണ്ടുമായിട്ട് കണക്റ്റഡ് ആണ്. അതേപോലെ ഇതൊരു മെറ്റൽ ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളക്ടർ ഈ മെറ്റൽ ബോഡിയായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കളക്ടറിൽ നമ്മുടെ പോസിറ്റീവ് വോൾട്ടേജാണ് വരുന്നത്. അപ്പോൾ ബോഡിയായിട്ട് കോണ്ടാക്റ്റ് വരാതിരിക്കാൻ ഒരു മൈക്ക ഷീറ്റ് വെച്ച് ഇൻസുലേറ്റ് ചെയ്താണ് നമ്മളിത് നമ്മുടെ ഹീറ്റ് സിങ്കിലേക്ക് ഉറപ്പിക്കുന്നത്. ആംപ്ലിഫയറിൻ്റെ പുറത്തുള്ള ഹീറ്റ് സിങ്കിൽ നമ്മൾ ഉറപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് ഉറപ്പിച്ച് കഴിഞ്ഞു. ഹീറ്റ് സിങ്ക് കോമ്പൗണ്ടൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ആ വർക്ക് നമ്മൾ കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഡാമേജ് ഡയോഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 1N4007 പുതിയ ഒരെണ്ണം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആംപ്ലിഫയർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ ഫൈനൽ ടെസ്റ്റിങ്ങിലേക്ക് കടക്കുകയാണ്.
ഇത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്കിൽ ഞാൻ ഇപ്പോൾ തൊട്ട് കാണിച്ചത് നമ്മുടെ 4 ആമ്പിയറിൻ്റെ AC ഫ്യൂസാണ്. അതേപോലെ അതിൻ്റെ സൈഡിലായിട്ട് തൊട്ട് താഴെ 24 വോൾട്ട് ഇൻപുട്ട്, ഹൈ വോൾട്ടേജ് ഔട്ട്പുട്ടുണ്ട്. അതേപോലെ 4 ohms 8 ohms ഔട്ട്പുട്ട്, ലൈൻ ഔട്ട്പുട്ട്, പ്രിയാമ്പ് ഔട്ട്പുട്ട് 2 എണ്ണം വരുന്നുണ്ട്. അതേപോലെ ആക്സ് ഇൻപുട്ട് 2 ആക്സ് ഇൻപുട്ട് വരുന്നുണ്ട്, 1ഉം 2ഉം. അതിൽ ആക്സ് 1ൽ ഞാൻ ആഡിയോ ഇൻപുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ആഡിയോ ഇൻപുട്ട് കൊടുക്കുന്നതിനായിട്ട് നമ്മൾ ഫോസി ആഡിയോയുടെ ബ്ലൂടൂത്ത് റിസീവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു NCS സോങ് പ്ലേ ചെയ്തിരിക്കുകയാണ്. അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് എടുത്താണ് നമ്മൾ ആക്സ് 1 ഇൻപുട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെസ്റ്റിങ്ങിലേക്ക് കടക്കാം. നമ്മൾ ടെസ്റ്റിങ്ങിലേക്ക് കടക്കുകയാണ്. നമ്മൾ NCS സോങ് പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിനായിട്ട് പ്ലേ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ആക്സ് 1ലാണ് ഇൻപുട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആക്സ് 1ൻ്റെ വോളിയം കുറച്ച് കൂട്ടണം. അതിനുശേഷം മാസ്റ്റർ വോളിയം ഉയർത്തുമ്പോഴാണ് നമ്മുടെ ആംപ്ലിഫയറിൽ നിന്നുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത്. നമ്മൾ അതിനായിട്ട് ആക്സ് 1 തുറന്നു, അതേപോലെ മാസ്റ്റർ വോളിയം തുറന്നപ്പോൾ നമ്മുടെ സോങ് പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വർക്ക് സക്സസ് ആണ്. കറക്റ്റായിട്ട് തന്നെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് നൈറ്റ് ആയതുകൊണ്ട് തന്നെ അധികം വോളിയത്തിൽ സോങ് പ്ലേ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്ക് നമ്മുടെ സ്പീക്കർ ലൈൻ ഡിസ്കണക്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് വോളിയം ഉയർത്തി കാണിക്കാം. അപ്പോൾ നമ്മുടെ വ്യൂ മീറ്റർ വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ബാസും ട്രിപ്പിളും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ബാസും ട്രിപ്പിളാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഇനി ബാസ് കുറച്ച് കൂട്ടി നോക്കാം. ടോണൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വർക്ക് ഇതായിരുന്നു. അത് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ആഡിയോ, ലൈറ്റ് ആൻഡ് സൗണ്ട്സ് എക്യുപ്മെൻറ്റ്സിൻ്റെ സർവീസിങ്, അതേപോലെ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ സർവീസിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇത് നമുക്ക് നന്നാക്കുന്നതിനായിട്ട് 2 കമ്പോണൻസാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. 1N4007 ഡയോഡും അതേപോലെ തന്നെ 3773 ട്രാൻസിസ്റ്ററും 2 സാധനങ്ങളാണ് നമ്മൾ റീപ്ലേസ് ചെയ്തത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മളെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാനിത് നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് സ്പീക്കർ ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മുടെ വ്യൂ മീറ്റർ വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കുകയാണ്. അപ്പം നേരത്തെ സോങ് ലോ വോളിയത്തിൽ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ വ്യൂ മീറ്ററിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പം നമ്മൾ സ്പീക്കർ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വ്യൂ മീറ്റർ വർക്ക് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പം നൈറ്റിൽ ആയതുകൊണ്ട് തന്നെ അധികം വോളിയത്തിൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല.